ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല നാടൻ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഗ്രീൻ പീസ് എഗ്ഗ് മസാലയാണ് കേട്ടോ. ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാവും ഇത് തട്ടുകടയിൽ നിന്നും, അതിൽ നമ്മുടെ വീട്ടിലൊക്കെ തന്നെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവരോടൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ഈവനിങ് നമ്മുടെ ഒരു കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ അതിന് തൊട്ടടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ നിന്നും ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മുടെ ഒരു ഗ്രീൻ പീസ് എഗ്ഗ് മസാല ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് സോക്ക് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ നമ്മുടെ മെഷർമെൻറ്റ് കപ്പിന് 2 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു 5 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ചതാണ്. അപ്പോൾ നമ്മളിപ്പം ഗ്രീൻ പീസ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഏതെങ്കിലും കടല പയർ ഐറ്റംസൊക്കെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. അത് നമ്മൾ ഒരുപാട് സമയം അത് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ വേറൊരു സ്മെല്ല് വരും അതിനകത്ത്. പിന്നെ നമ്മൾ എത്ര വാഷ് ചെയ്താലും ആ ഒരു സ്മെല്ല് അങ്ങ് പോയി കിട്ടില്ല. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ കറിയോ അതല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു സ്മെല്ല് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു 4-5 മണിക്കൂറൊക്കെ കുതിർത്തതിന് ശേഷം ഇനിയിപ്പോൾ നിങ്ങൾ അത് വെച്ചിട്ട് ആ ഒരു സമയം ആ ഡിഷ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നന്നായിട്ട് എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് വരുന്നത് നമുക്ക് ഒഴിവാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഒരു 5 മണിക്കൂറോളം സോക്ക് ചെയ്തിട്ടുള്ള ഗ്രീൻ പീസ് അതിനകത്തുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ടത് ഞാൻ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഗ്രീൻ പീസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഗ്രീൻ പീസിൻ്റെ അതേ ലെവലിൽ അതല്ലെങ്കിൽ ഒരു പൊടിക്ക് താഴെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു ഡിഷിൽ ഒത്തിരി അങ്ങോട്ട് കുഴഞ്ഞു പോകുന്ന രീതിയിലല്ല ഗ്രീൻ പീസ് ഉള്ളത്. അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഡിഷിൽ കാണാറുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ കുറച്ചും കൂടെ കുടഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു ഗ്രീൻ പീസിൻ്റെ അത്രയും തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ മീഡിയം ഫ്ലെയിമിൽ 3 വിസിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഒക്കെയാണ് ഗ്രീൻ പീസ് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ സമയം എടുക്കും കേട്ടോ അത് കുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് അത് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഇതൊരു 3 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് എടുത്ത് നോക്കുന്ന സമയത്ത് കണ്ടോ ഒരുപാട് പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞ് പോകുന്ന രീതിയിലല്ല കാണുന്നത്. പക്ഷേ എന്നാൽ നന്നായിട്ട് നമുക്ക് കഴിക്കാനുള്ള പാകത്തിനത് വേവ് ആയിട്ടുമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ എഗ്ഗ് മസാല ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാത്രം എടുത്ത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പം വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസായിട്ടുള്ള സവാള നന്നായിട്ടൊന്ന് കനം കുറഞ്ഞ് ഒന്ന് കൊത്തി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴഞ്ഞ് കിട്ടുന്നവരെ നമ്മൾ വഴറ്റിയെടുക്കണം. അപ്പോൾ ശകലം ഉപ്പ് ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അത് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഒന്ന് കുഴഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കുകയാണ്. സവാളയ്ക്ക് അത്യാവശ്യം കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമ്മളിതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാനും. അപ്പോൾ നമുക്ക് സാധാരണ ഇതിലേക്ക് പച്ചമുളകും കൂടെ ചേർക്കേണ്ടതാണ്. പക്ഷേ പച്ചമുളക് ചേർത്ത് കഴിഞ്ഞാൽ ഇവിടെ മക്കളൊന്നും കഴിക്കൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഒട്ടും തന്നെ ചേർക്കുന്നില്ല. എരിവൊക്കെ കുരുമുളകിൻ്റെ പൊടി ചേർത്തിട്ടാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പച്ചമുളക് കഴിക്കാൻ കുഴപ്പമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു ഇഞ്ചിയുടെ കൂടെ തന്നെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്തിട്ട് വേണം ഇത് വഴറ്റി കൊടുക്കാൻ. അപ്പോൾ ഇഞ്ചി കൂടെ ചേർത്തിട്ട് ഞാൻ വീണ്ടും നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർക്കാണ്. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞ കൂടെ ചേർക്കാണ് കേട്ടോ. മല്ലിയില കൂടെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെയാണ് ഈ ഒരു ഡിഷിന്. ഈ സമയം നമുക്ക് കുറച്ച് ചേർക്കാം, പിന്നെ നമുക്ക് ഫൈനലായിട്ട് ബാക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലൊക്കെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാണ്. എല്ലാം കൂടെ അത് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഗ്രീൻ പീസ് വേവിച്ച സമയത്ത് 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്രീൻ പീസ് വേവിക്കുമ്പം ഒട്ടും തന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഇവിടെ 1/2 ടീസ്പൂണോളം ചേർക്കാം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയൊരു ഗരം മസാലയുടെ ഒരു ടേസ്റ്റും ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാനൊരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൗഡർ ചേർക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ ചേർക്കുന്നത് ഒരു 1 ടീസ്പൂണോളം തന്നെ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങളുടെ എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം എരിവൊക്കെ വേണമെങ്കിൽ അതിൽ കൂടുതലായിട്ട് ചേർക്കാം. അപ്പോൾ കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയതിന് ശേഷം ഇതിലേക്കാണ് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓയിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറവുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണം കേട്ടോ മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാൻ. ഞാൻ നേരത്തെ തന്നെ അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഒരു 4 വലിയ മുട്ടയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെറുതൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 5 or 6 വരെയൊക്കെ എടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇത്ര അളവൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത മുട്ട ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ജസ്റ്റ് ഒരു 30 സെക്കൻഡ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് എടുക്കുകയാണ്. എഗ്ഗ് നമ്മൾ ഒരുപാട് ഇങ്ങനെ പൊടിയായിട്ട് സ്ക്രാമ്പിൾ ചെയ്തിട്ട് എടുക്കണ്ട കേട്ടോ. കുറച്ചും കൂടെ വലിയ കഷ്ണങ്ങളായിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും അത്യാവശ്യം മുട്ട നമ്മൾ കഴിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ ഒന്ന് തോന്നുള്ളൂ. അപ്പോൾ ആവശ്യത്തിലുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ട് എടുക്കുകയാണ്. മുട്ട നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഗ്രീൻ പീസ് കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ എടുത്തിട്ടുള്ള മുട്ടയുടെ ആ ഒരു മസാലയും ഇതും കൂടെ. പിന്നെ ചിലവരൊക്കെ ഇതിനകത്തേക്ക് തക്കാളി ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി ഇങ്ങനെ ഇഷ്ടമുള്ളവർക്ക് നമ്മൾ ആ ഒരു സവാള വഴറ്റി കഴിഞ്ഞതിന് ശേഷം തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ ആ ഒരു നല്ലൊരു പൾപ്പ് ഉണ്ടല്ലോ, അത് ഒഴിവാക്കിയിട്ട് ഒരുപാട് അങ്ങനെ പഴുത്ത് അളിഞ്ഞിട്ടുള്ള തക്കാളി ഒന്നും യൂസ് ചെയ്യരുത്. നല്ല കളറില്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള തക്കാളി എടുത്തിട്ട് വളരെ ചെറുതായിട്ടൊക്കെ അരിഞ്ഞെടുത്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ തക്കാളി ഒന്നും ചേർത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മുട്ടയുടെ മസാല ഇട്ട് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ചേർക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മൾ ഫൈനലായിട്ട് കുറച്ചും കൂടെ മല്ലിയിലയും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പം. എല്ലാം കൂടെ മിക്സിന് ശേഷം എനിക്ക് കുറച്ചും കൂടെ എരിവാവാന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ കൂടെ കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിത് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇതിലേക്ക് നാരങ്ങ കൂടെ പിഴിഞ്ഞിട്ട് വേണം നമ്മളിത് കഴിക്കാൻ. അപ്പോഴാണ് നല്ലൊരു കറക്റ്റ് നമ്മുടെ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും കിട്ടുന്നത്. നമ്മളിങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് നാരങ്ങ നീര് ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയം തന്നെ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് ഉപ്പും കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ തട്ടുകട സ്റ്റൈലുള്ള ഗ്രീൻ പീസ് എഗ്ഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം നല്ല കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കിടിലനായിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്